രാഹുൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ വീണ്ടും ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. അദ്ദേഹം പറയുന്നത് അപ്പയെ ചതിച്ചത് ഗണേഷ് കുമാർ ആയിരുന്നു. ബാലകൃഷ്ണപിള്ളയും ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. കുടുംബപരമായിട്ട് എന്നെ കാണുന്ന പോലെയാണ് അപ്പ ഗണേഷ് കുമാറിനെ കണ്ടിരുന്നത്. പക്ഷെ പറ്റിച്ചു. 18 പേജുള്ള സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള 18 പേജുള്ള കത്ത് എങ്ങനെ 24 പേജായി എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിക്കും ഇത്തരത്തിൽ ചതിച്ച് വഞ്ചിച്ചാണോ അദ്ദേഹം ഈ പദവിയിലിരിക്കുന്നത്? അല്ല, ഈ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരുപാട് സമരങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തിയാണ്. നമുക്കറിയാം ഗണേഷ് കുമാർ എങ്ങനെയാണ് CPM-ന്റെ പാളയത്തിലേക്ക് പോയതെന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വഞ്ചിച്ചു പോയതാണ് ഗണേഷ് കുമാർ. കാരണം നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സോളാർ കേസ് എന്ന് പറയുന്ന ഒരു കേസ് വരുന്നു. ഈ കേസിന്റെ മുഖ്യ സൂത്രധാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഗണേഷ് കുമാർ എന്നാണ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സരിതയുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണ് എന്നുള്ള ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ സോഷ്യൽ മീഡിയ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഗണേഷ് കുമാർ ആണോ അല്ലയോ എന്ന് പറയുമ്പോൾ സമ്മതിക്കാതിരിക്കുന്ന, ഇപ്പോൾ ബാലകൃഷ്ണപിള്ള സരിതയെ നോക്കിയിരുന്നു എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാൻ എൻ്റെ മകളെ പോലെ നോക്കിയിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് സൂചനകൾ നൽകുന്നുണ്ട്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ചാണ്ടി ഉമ്മൻ നടത്തിയിരിക്കുന്ന പ്രസ്താവനയാണിത്. മാങ്കോട് വെച്ച് കോൺഗ്രസ് പാർട്ടി നടത്തിയൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചതാണ്. എൻ്റെ അപ്പയോട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഗണേഷ് കുമാറിന്റെ അമ്മയാണെങ്കിൽ പോലും ആന്റി എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ബാലകൃഷ്ണപിള്ളയും തമ്മിലുള്ള അടുപ്പം, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ കയറിയാണ് ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു വൃത്തികേട്, ഒരു മോശപ്പണി, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തൊരു രീതി. അവസാനം വരെ അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ അദ്ദേഹം അത് പേര് നടക്കേണ്ടി വന്നു. ഒരു മുഖ്യമന്ത്രിമാർ പോലും ഇതുവരെ ഒരു അന്വേഷണ കമ്മീഷന് മുന്നിൽ ഇരിക്കാത്ത രീതിയിൽ ഉമ്മൻചാണ്ടി അവഹേളിക്കാനായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് കുറെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ. ഇതിന്റെ എല്ലാം പിന്നിൽ ഇവരുടെ വ്യക്തമായ പങ്ക്, ബാലകൃഷ്ണപിള്ളയുടെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗണേഷ് കുമാറിന്റെ വ്യക്തമായ പങ്കുണ്ടായി. അല്ല, അവിടെയാണ് ഗണേഷ് കുമാറിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇടയ്ക്ക് വെച്ചൊരു കോടതിയിൽ ഇതുണ്ടായിരുന്നു. കാരണം 18 പേജ് വരുന്ന ആ കത്ത് എങ്ങനെ 24 പേജായി? അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അത് ഗണേഷ് കുമാറിന്റെ ഏറ്റവും അടുപ്പത്തിലുള്ള ആളുകൾ, അവരാണ് ഇത് കുത്തി കയറ്റി വെച്ചത് എന്നുള്ള ഒരുപാട് സൂചനകൾ പലയിടങ്ങളിൽ നിന്നും കിട്ടി. അതുകൂടാതെ കോടതിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു പരാമർശമുണ്ടായി. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ ഗണേഷ് കുമാറിനെതിരെ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടത്തി. ഗണേഷ് കുമാറിനെതിരെ വലിയ സമരങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടത്തി, പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടത്തി. അതെ, ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പത്തനാപുരത്ത് ഇടതുകോട്ടയായിരുന്ന പത്തനാപുരത്ത് വലിയൊരു പരാജയം നേരിട്ടപ്പോഴും പലരും പറഞ്ഞതാണ് ഉമ്മൻചാണ്ടിയുടെ ശാപമാണ് ഗണേഷ് കുമാറിന്റെ സ്ഥലത്ത് കോൺഗ്രസ് വീണ്ടും കൊടി നാട്ടേണ്ട ഒരു സാഹചര്യം വന്നത് ശാപം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇന്നും കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ പുഴുത്തു നാറി ചാവത്തേ ഉള്ളൂ എന്നാണ് അവര് പറയുന്നത്. നമ്മള് പലപ്പോഴും ഇവരുടെയൊക്കെ ഗണേഷ് കുമാർ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ പുഴുത്തു നാറി ചാവത്തേ ഉള്ളൂ, ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ എന്തെല്ലാം ചെയ്തു എന്നുള്ള ഇത്തരത്തിലുള്ള പരാമർശമാണ് സാധാരണപ്പെട്ട കോൺഗ്രസിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യർക്ക് വരുന്നത്. പക്ഷേ പത്രകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വലിയ രീതിയിലുള്ള ആരോപണം എന്താണ്, കോൺഗ്രസ്സുകാരും ഗണേഷ് കുമാറും തമ്മിൽ വലിയ രീതിയിലുള്ള അടുപ്പമുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ, വർക്ക് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പുറത്ത് ഇവർ വലിയ സംഘർഷമാണെങ്കിലും അകത്ത് ഇവർ ഒന്നിച്ചാണ് എന്നുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് തന്നെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരാമർശം നടത്തി അവസാനം കേരള കോൺഗ്രസ് ബിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ വലിയൊരു വീഴ്ചയാണ് പറ്റിയത്. അദ്ദേഹം നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നമുക്കറിയാം. കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടി ആണെങ്കിൽ പോലും പത്തനാപുരവും കൊട്ടാരക്കരയും പുനലൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ കേരള കോൺഗ്രസിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ കാലത്ത് തൊട്ട് വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബാലകൃഷ്ണപിള്ളയെ ഐഷ പോറ്റി തോൽപ്പിക്കുന്നതും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ പിന്നീട് ഐഷ പോറ്റി കൊട്ടാരക്കര പിടിച്ചെടുക്കുന്നു. പിന്നീട് കൊട്ടാരക്കരയിൽ കേരള കോൺഗ്രസിന് ഒരു തരി പോലും നിലനിൽപ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് CPM അവിടെ കയ്യേറി വന്നതാണ്. പക്ഷെ പിന്നീട് കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പാർട്ടി പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രം ഒതുങ്ങുകയും ഗണേഷ് കുമാർ മത്സരിച്ചാൽ മാത്രം വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ പോയി. അതിന് പ്രധാനപ്പെട്ട കാരണം ഗണേഷ് കുമാർ UDF ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ പറയുന്ന ആളുകളുമുണ്ട്. അദ്ദേഹം വന്ന് കുറെ ബസ്സുകൾ ഇറക്കി, മിനി ബസ്സുകൾ. പിന്നീട് അതിന്റെ അവശേഷിപ്പുകൾ പോലും പിന്നീട് ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്ന
എത്രയോ വലിയ വിവാദങ്ങൾ, എത്ര കോടിയുടെ അഴിമതികളാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. എല്ലാം അദ്ദേഹം നിസാരമായിട്ട് തീർക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്, സംസാര ശൈലി. ഇപ്പൊ നമുക്കറിയാം വി എസ് അച്യുതാനന്ദനെ ഒരു വേദിയിലിരുത്തി അദ്ദേഹം കാമപ്രാന്തനാണ്, വൃത്തികെട്ടവനാണ് എന്നെല്ലാം വിളിച്ചു പറഞ്ഞ ഗണേഷ് കുമാർ അവസാനം വി എസിന്റെ മരണച്ചടങ്ങിൽ പോയിട്ട് അദ്ദേഹത്തിന് പുകഴ്ത്തി പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയത്തിൽ ഇതെല്ലാം പതിവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ചില സമയങ്ങളിൽ ഗണേഷ് കുമാറിന്റെ ചില പ്രസ്താവനകൾ അതിരുവിട്ടതാണ്. താൻ മാത്രമേ ഉള്ളൂ, താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പോ വികസനങ്ങളുടെ കാര്യത്തിലാണല്ലോ അദ്ദേഹം എപ്പോഴും പറയുന്നത് കാട്ടുപത്തനാപുരത്തെ ഇന്ന് കാണുന്ന പത്തനാപുരമാക്കി മാറ്റി എന്ന് പറയാൻ. പക്ഷെ അതേ സമയം തന്നെ ഉണ്ടായിട്ടുള്ള എത്രയോ മണ്ഡലങ്ങളുണ്ട്, അവിടെ ഉണ്ടായിട്ടുള്ള വികസനങ്ങളുണ്ട്. ഇപ്പം പത്തനാപുരത്ത് വികസനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നല്ല. ഇപ്പോ ജർമ്മൻ ടെക്നോളജി കൊണ്ടുവന്നു, 5 കൊല്ലം മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയൊരു പദ്ധതിയാണ്. അദ്ദേഹം ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഒരു മാധ്യമ വൃന്ദങ്ങൾ ഉണ്ടാവും. നമ്മള് PR വർക്കൊക്കെ, അതെ, ഇപ്പൊ PA മുഹമ്മദ് റിയാസ് ആണ് റീൽസിലൂടെ ജീവിക്കുന്നതെന്ന് പറയുന്നെങ്കിലും ഏറെക്കുറെ ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അതൊക്കെ കൃത്യമാണ്. അദ്ദേഹം അധികമൊന്നും പാർലമെന്റിൽ നിയമസഭയിലേക്കൊന്നും പോകത്തില്ല. പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു പ്രസംഗം നടത്തി അത് കൃത്യമായിട്ട് റീൽസ് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് സിനിമാ മേഖലയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് അറിയാം മാധ്യമത്തിന്റെ പ്രസക്തി എന്താണ്. അതേപോലെ തന്നെ അദ്ദേഹം എപ്പോഴും അവിടുത്തെ ചെറിയ പത്തനാപുരം, കൊട്ടാരക്കര, പുനലൂർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ചെറിയ മാധ്യമ പ്രവർത്തകരെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കും. എന്തിനാണ്? ഒരു ഇപ്പോ നമുക്കറിയാം ഒരു KSRTC ബസ്സിൽ ഒരു കുപ്പി ഇടുന്നൊരു വിഷയം, എന്തെല്ലാം വിഷയമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. KSRTC ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിലാണോ കുപ്പി വെക്കുന്നത്? വെള്ളം കുടിക്കാനാണോ KSRTC ബസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം. പ്രതികാര നടപടികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പ്രതികാര നടപടികൾക്ക് എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് വെച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൈഡ് കൊടുക്കാത്തതിന് ഒരു അമ്മയും മകനെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വലിയ ഗുണ്ട സെറ്റപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനെല്ലാം അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരു വിഷയത്തെ ഇപ്പൊ ഞാൻ പറയാം, പത്തനാപുരം മണ്ഡലത്തിലൊരു പദ്ധതി MP-യുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരികയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരികയാണ്. അതിനകത്ത് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഫണ്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം അനുസരിച്ച പദ്ധതി MLA-യുടെ പദ്ധതി മാത്രമാക്കി മാറ്റും. അതാണ് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം. അപ്പോൾ അത് ചിലപ്പോ പഞ്ചായത്ത് കഷ്ടപ്പെട്ട് എല്ലാവരെയും കണ്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി ആയിരിക്കും. പക്ഷെ പദ്ധതിയുടെ പേര് വരുമ്പോൾ അത് MLA-യുടെ മാത്രം പദ്ധതിയായിട്ട് മാറുന്ന ഒരുപാട് സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പല റോഡുകൾ 3ഉം 4ഉം തവണ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ഉദ്ഘാടനം അത് അദ്ദേഹത്തിന് നിർബന്ധമാണ്. എവിടെയാണെങ്കിലും ഉദ്ഘാടനം. പത്തനാപുരം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒഴിവാക്കിയ ഒരു ഉദ്ഘാടനം നടത്താൻ പറ്റുമോ? അത് കഴിയില്ല. അദ്ദേഹം പക്ഷേ എല്ലാ ബസ്സുകളും ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്റെ പത്തനാപുരത്ത് കൊണ്ടുപോയി ഞാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയും. പക്ഷേ ഇതൊന്നും പത്തനാപുരത്ത് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയുള്ള പലരും പറയുന്നത്. ഈ ഇടയ്ക്കല്ലേ വലിയ വിഷയം ഉണ്ടായത് പത്തനാപുരം ഡിപ്പോയുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം KSRTC മന്ത്രിയായിട്ട് വർഷം തികയാൻ പോകുന്നു. 2.5 ടേമായിരുന്നു. ആ ടേം കഴിയാറാവാൻ പോകുന്നു. എന്നിട്ടും അവിടെ ഒരു ബാത്റൂം പോലും ഇല്ല, കൃത്യമായിട്ട് നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇല്ല. അപ്പൊ അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രചരണം കേരള കോൺഗ്രസിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗണേഷ് കുമാർ വലിയൊരു വികസന നായകനാണ് എന്നൊരു നരേഷൻ എപ്പോഴും സൃഷ്ടിക്കാൻ കൃത്യമായിട്ട് അദ്ദേഹം അത് സംസാരത്തിലൂടെ ആണെങ്കിലും എന്തിലൂടെ ആണെങ്കിലും അദ്ദേഹം പറയും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന്.